ആരോഗ്യം അമൂല്യം. TB നിർമ്മാർജ്ജന പരിപാടി. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ TB ഓഫീസർ ഡോക്ടർ സ്വപ്ന KV. TB എലിമിനേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് തുടക്കം മുതലേ നോക്കുകയാണെങ്കിൽ RNTCP, അതായത് റിവൈസ് നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം അതങ്ങനെ വന്ന് അതിൻ്റെ കോഴ്സിൽ വന്ന് ഇപ്പം നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം എന്നാണ് ഇപ്പം നമ്മൾ TBയുടെ എതിരെയുള്ള ആ ഒരു പ്രോഗ്രാമിനെ പറയുന്നത്. അതായത് നമ്മൾ ഡിസംബർ 7 മുതൽ മാർച്ച് 24 വേൾഡ് TB ഡേ വരെ 100 ദിനം കർമ്മ പരിപാടി എന്ന് പറഞ്ഞൊരു നാഷണൽ ലെവൽ പ്രോഗ്രാമിൻ്റെ ഈ ഒരു ക്യാമ്പയിൻ മോഡ് തുടങ്ങിയിരിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം പറ്റും മാക്സിമം TB രോഗികളെ കണ്ടെത്തുക, സ്ക്രീനിങ് ചെയ്യുക, അവയർനെസ് ബോധവൽക്കരണ പരിപാടികൾ ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീടുകളിൽ പോയി നമ്മുടെ ഫീൽഡ് പ്രവർത്തകരും ആശാപ്രവർത്തകരും അവർ സന്ദർശിക്കുമ്പോൾ TB രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടെത്താനുള്ള സിംറ്റം അനാലിസിസ് ചെയ്ത് അവരെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുക. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് പല ഏരിയാസിൽ നമ്മൾ കോൺഗ്രിയേറ്റ് സെറ്റിങ്സ്, അതായത് കുറച്ച് കൂട്ടത്തിൽ നിൽക്കുന്ന ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്, ഓർഫനേജ് ഉണ്ട്, മൈഗ്രൻസ് ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട്. അവരുടെ ഇടയിൽ ക്യാമ്പുകൾ നടത്തിയിട്ട് അങ്ങനെ ഒരു രോഗങ്ങൾ കണ്ടെത്താനുള്ള ടെസ്റ്റിങ്ങിൽ അവിടെ വിധേയമാക്കി, സിംറ്റം ഉള്ളവരെ വിധേയമാക്കി രോഗിയായുള്ള ആൾക്കാരെ കണ്ടെത്താനുള്ള മോഡ്. അതായത് 2 രീതിയിലുള്ള സ്ക്രീനിങ് ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ക്യാമ്പുകൾ വഴിയും വീടുകൾ സന്ദർശിച്ചിട്ട് ഹൗസ് വിസിറ്റുകൾ വഴിയുള്ള സ്ക്രീനിങ്. അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ നമ്മൾ സ്ക്രീനിങ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഓരോ സ്ഥാപനങ്ങളിലും വരുന്ന OPയിൽ നമ്മൾ ചെറിയ ആശുപത്രികളിൽ 5%, ജില്ലാ ആശുപത്രി ലെവലിൽ 10% OPയിൽ വരുന്ന ആൾക്കാരുടെ നല്ല രീതിയിൽ സ്ക്രീനിങ് ചെയ്തിട്ട് അവരെ സിംറ്റം അനാലിസിസ് ചെയ്തിട്ട് അവരെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കണം എന്നുള്ള ഡയറക്ഷൻസിൽ കൊടുത്തിട്ട് അതുപോലെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ TB കാരണമുള്ള മരണം കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മെയിനായിട്ട് കോമോർബിഡിറ്റി, അതായത് TB വന്നിരിക്കുന്ന ആൾക്കാർ മരിക്കുന്ന നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മിക്കവരും വേറെ മറ്റ് പല രോഗങ്ങളും അതിൻ്റെ കൂടെ ഉണ്ട്. ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. TB മാത്രമായിട്ട് മരിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ കൂടുതൽ അസുഖത്തിൻ്റെ ചികിത്സയും കൂടെ അതിൻ്റെ കൂടെ കൊളാബറേറ്റീവായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആ പെട്ടെന്ന് ബാക്കി അസുഖങ്ങൾ കോമോർബിഡിറ്റി പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ക്യാമ്പയിനും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് വരും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഈ TB വന്നിരിക്കുന്ന ആൾക്കാരുടെ ക്ലോസ് കോൺടാക്ട്സ് വീട്ടുകാർക്ക് പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കുക. അതായത് അവർക്ക് ഈ രോഗം വരാതിരിക്കാൻ തടസ്സപ്പെടുത്തണം. നമ്മൾ ഈ TBയെ കുറിച്ചുള്ള ഒരു പേടി, മനസ്സിലുള്ള പേടി മാറ്റുക. ഈ 100 ദിനം ക്യാമ്പയിൻ്റെ ഉദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞത്. 4ാമത്തെ ഉദ്ദേശമാണ് പേടി മാറ്റുക. നമുക്ക് എല്ലാവർക്കും ഈ TB വന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മാരകമായ അസുഖം വന്നുപോയി ഇതിലൊരു ചിന്താഗതിയാണ് കിടക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് പേടിക്കേണ്ട അസുഖമേ അല്ല, ഇത് പൂർണ്ണമായിട്ട് ചികിത്സയ്ക്ക് മാറ്റാൻ പറ്റുന്ന അസുഖമാണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഈ 100 ദിനത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ 5ാമത്തെ കാര്യം, ആ സ്റ്റിഗ്മ ഫാക്ടർ, അതായത് TB രോഗം വ്യക്തിക്ക് വന്നു പോയതുകൊണ്ട് ആ വ്യക്തിയെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഇതൊരിക്കലും തന്നെ പകർച്ചവ്യാധി ആണെങ്കിലും മുഴുവനായിട്ട് നമുക്ക് ആ വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്റ്റിഗ്മറ്റൈസ് ചെയ്യേണ്ട ആവശ്യമല്ല. ആ വ്യക്തിയുടെ ഫോൾട്ട് അല്ല അത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റിഗ്മ മാറ്റലും കൂടിയാണ് ഈ 100 ദിനത്തിൻ്റെ ഉദ്ദേശം. പിന്നെ TB രോഗം വന്ന ആൾക്കാർക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തണം. ആ പോഷകാഹാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ DBT ബെനിഫിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ മാസവും 1000 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നിക്ഷയ മിത്ര എന്ന് പറഞ്ഞൊരു സ്കീമിനനുസരിച്ച് നമ്മൾ TB രോഗികൾക്ക് ഓരോ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ സ്പോൺസേഴ്സിനെ അവരോട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഫുഡ് കിറ്റ് സ്പോൺസർ ചെയ്യാം. 6ാമത്തെ കാര്യമാണ് നമ്മുടെ ഈ TBനെ കുറിച്ച് ജനറലായിട്ടുള്ള എങ്ങനെയാ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പകരാതിരിക്കാൻ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എങ്ങനെ ചുമയ്ക്കണം, ഇപ്പോഴും നമ്മൾ കയ്യിൽ ഒരു തുവാല കൊണ്ടുപോകണം അല്ല. അതുപോലെ ഈ TBയുടെ സിംറ്റം കാരണം നമുക്കറിയത്തില്ല ആർക്കാ എന്താ അസുഖം. അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇത്രയാണ് മെയിൻ കാര്യങ്ങൾ നമ്മൾ ഈ ക്യാമ്പയിൻ്റെ വഴി ചെയ്യുന്നത്. അതായത് TB സ്ക്രീനിങ് കൂട്ടും, TBനെ കുറിച്ചുള്ള ബോധവൽക്കരണം കൂട്ടും, TB പ്രിവെൻഷൻ കൂട്ടും, TBയുടെ മരണം കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. TB നിർമ്മാർജ്ജന പരിപാടി. ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ സ്വപ്ന KV.